ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ ട്വിൻ ഫ്ലെയിം ജേണിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ പല തരത്തിലുള്ള ട്വിൻ ഫ്ലെയിംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും മിഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണെങ്കിലും ഈശ്വരന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഉപകരണം ആവുക എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ടൊരു കാര്യം. അല്ലെങ്കിൽ നമ്മളുടെ വൈബ്രേഷൻ വളരെയധികം ഉയർത്തിക്കൊണ്ട് നമ്മളുടെ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അതൊന്ന് കേട്ടിട്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള ട്വിൻ ഫ്ലെയിം ആണെന്ന് വിലയിരുത്തുകയും അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ ഒരുപാട് വർക്കൗട്ട് കാര്യങ്ങൾ ഒക്കെ കൊടുത്ത് നിങ്ങളുടെ ജേണി കുറച്ചുകൂടി സ്മൂത്ത് ആക്കുക. വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല മോട്ടിവേഷനും നല്ല സജഷനും ഒക്കെ തന്നെ എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൂമിയിൽ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾ, മരം അല്ലെങ്കിൽ നോൺ ലിവിങ് തരത്തിലുള്ള എല്ലാ തരത്തിലുമുള്ള ചരം അചരം ഉണ്ടെങ്കിലും അവിടെ മനുഷ്യരുടെ കൂട്ടത്തിലാണെങ്കിലും ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മൾക്ക് ഒരു പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മിഷനുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്നാലും അതിൽ നമ്മൾക്കൊരു തിരിച്ചറിവൊക്കെ തന്നിട്ട് ആ ഒരു രീതിയിൽ നമ്മളെ നടത്തിക്കൊണ്ട് പോകുന്നു, നയിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഉള്ളൊരു ജേണിയാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മൊനാഡിക് ട്വിൻ ഫ്ലെയിംസ് ആണ്. ഇടയ്ക്കെപ്പോഴോ ഏതോ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിരുന്നു മൊനാഡിക് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ മൊനാഡിക് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ അവിടെ ഹയർ സോഴ്സ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ അവിടെ നിന്ന് ഡയറക്റ്റ് രൂപപ്പെടുന്ന അല്ലെങ്കിൽ ഇൻകാർണേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സോൾ രൂപത്തിൽ ഭൂമിയിലേക്ക് അവതരിക്കപ്പെടുന്ന വ്യക്തികളാണ് മൊനാഡിക് ട്വിൻസ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുക. അപ്പോൾ അവിടെ മൊനാഡിക് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഡിപെൻഡൻറ്റ് സോളാണ് അല്ലെങ്കിൽ ഒരു ഫ്രീ വിൽ സ്പിരിറ്റാണ്. അവർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മസ്കുലിൻ എനർജിയുടെ പൊളാരിറ്റി അല്ലെങ്കിൽ ഒരു ഡുവാലിറ്റി ഇല്ല, രണ്ടും ഒന്നിൽ തന്നെയാണ്. അപ്പോൾ അവർക്ക് മസ്കുലിൻ എനർജി, ഫെമിനിൻ എനർജി, അപ്പോൾ അതിൻ്റെ ഒരു അതർ ഹാഫ് വേറൊരിടത്ത് നിൽക്കുന്നു. അപ്പോൾ അതുമായിട്ട് ചേർന്ന് ഒരു ഇൻയാങ് എനർജി അല്ലെങ്കിൽ ഇൻറ്റേർണൽ യൂണിയൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇല്ലാതെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സോളായിട്ട് നിന്നുകൊണ്ട് എത്രയോ ലൈഫ് ടൈം അവർ നടന്ന് അല്ലെങ്കിൽ ജീവിച്ച് അവരുടെ കർമാസ് എല്ലാം വളരെയധികം റിസോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് വളരെ ലാസ്റ്റ് ഒരു ഭൂമിയിൽ ഒരു ജന്മം എന്നുള്ള രീതിയിൽ അവരിവിടെ ജീവിക്കുകയും ആ ഒരു രീതിയിൽ ചിലപ്പം അവർക്ക് ആ ഒരു സോളുമായിട്ട് കണക്ഷനുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ വളരെ ഇൻഡിപെൻഡൻറ്റ് സോളാണ്. അതായത് മൊനാഡിക് ട്വിൻ ഫ്ലെയിം ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ ഡിവൈൻ ഫെമിനിൻ എനർജി വളരെയധികം ഹൈ ആയി അത് ആ ഒരു നർച്ചറിങ് അല്ലെങ്കിൽ ഇൻഡ്യൂട്ടീവ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള എബിലിറ്റീസ് എല്ലാം വന്നിട്ട് ആ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജി അവരുടെ ഉള്ളിലുള്ളത് ഡിവൈൻ മസ്കുലിൻ എനർജിയെ കൂടി എനർജൈസ് ചെയ്ത് ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ബാലൻസിങ്ങിലേക്ക് ഒക്കെ എത്തിച്ചേർന്നുകൊണ്ട് ഒരു ഇന്നർ യൂണിയൻ ആവുക. അവർ മോസ്റ്റ് പ്രോബബ്ലി ഒരു സ്പിരിച്വൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ടീച്ചർ, ആ ഒരു രീതിയിൽ ഒരു ഷമാനിക് വിസ്ഡം അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ലോകമെമ്പാടും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയും ഒരുപാട് മഹത് വ്യക്തിത്വങ്ങളെ കാണുകയും ഒക്കെ ചെയ്ത് ഒരു ഫ്രീ വിൽ സ്പിരിറ്റ് പോലെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോളായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഉള്ള പല സോളുകളെയും അവർ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ആ ഒരു യഥാർത്ഥമായിട്ടുള്ള നമ്മളുടെ തന്നെ ഒരു ട്രൂ സോൾ, ആ ഒരു ഫയർ എലമെൻ്റൊക്കെ അവർക്ക് തമ്മിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അവരുടെ ഒരു മിഷൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചറായിക്കൊണ്ട് ഒരു സ്പിരിച്വൽ ലീഡർ ആയിക്കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാരണം അവർക്ക് അവരുടെ കർമാസ് റിസോൾവ് ചെയ്യേണ്ട കാര്യമില്ല, അതെല്ലാം പാസ്റ്റ് ലൈഫിൽ അവർ റിസോൾവ് ചെയ്ത് ഒക്കെ വരുന്നത് കൊണ്ട് അവർക്ക് ആ ഒരു
ഹീലിംഗ് വർക്കിൻ്റെയും കാര്യമില്ല. അത് അവരുടെ ഉള്ളിൽ തന്നെ പല ഓപ്പർച്യൂണിറ്റീസും ഒക്കെ കൊടുത്ത് യൂണിവേഴ്സൽ ഫോഴ്സ് അവരിൽ തന്നെ ഡിവൈൻ ഫെമിനിൻ എനർജി നർച്ചർ ചെയ്ത് ഉയർത്തി, അതിൻ്റെ കൂടെ ഡിവൈൻ മസ്കുലിൻ എനർജി ഡിവൈൻ ഫെമിനിൻ എനർജി വളരെയധികം ഉയർത്തി, അതിൻ്റെ കൂടെ ഡിവൈൻ മസ്കുലിൻ എനർജിയും ഉയർത്തിക്കൊണ്ട് ഒരു ബാലൻസിങ് രീതിയിലേക്ക് ഒരു ബോഡിയിൽ തന്നെ ഇതെല്ലാം സംഭവിച്ച് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് അവരിങ്ങനെ യാത്രകളൊക്കെ ചെയ്ത് അവരുടെ ഭൂമിയിലെ അവസാന യാത്ര എന്നുള്ള രീതിയിൽ അവർക്ക് മാച്ചിങ് ആയിട്ടുള്ള അതർ സോളിനെ സെയിം സോൾ അത് കണ്ടുമുട്ടുന്നു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, അവർക്ക് തമ്മിൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി മാരേജ് ആ ഒരു രീതിയിലൊക്കെ സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ സാധ്യമാകും. പക്ഷേ അവർക്ക് ഒരു സൊസൈറ്റി ബേസ്ഡ് കുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവി അല്ലെങ്കിൽ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള ഒരു രീതിയിലും അവർക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം രണ്ടുപേര് തമ്മിൽ ഒന്നാവുന്ന സമയത്ത് രണ്ടുപേരും സ്പിരിച്വലി വളരെ ഹൈ ആണ്. ഇവ രണ്ടും ഒരേ തട്ടിൽ രണ്ട് ഫ്രീ സ്പിരിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാരീഡ് കപ്പിളാണ് മൊനാഡിക് ട്വിൻസ് എന്ന് വെച്ചാൽ, ഒരു ആൾ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക, അങ്ങനെ ഒരു ചെറിയ സംരംഭം പോലെ അവർ തുടങ്ങുക, അവരവരുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേർക്ക് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ സമൂഹത്തിൽ പല കാര്യങ്ങൾ നടക്കുമ്പോൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ ടീച്ചിങ്സ് ഒക്കെ കൊടുക്കുക, ആ ഒരു രീതിയിലൊക്കെ നിൽക്കുക. അതിൻ്റെ കൂടെ നിൽക്കുന്ന മെയിൽ വേർഷനിലുള്ള ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് യാത്രകൾ ചെയ്യുക, ഒരുപാട് ഹൈ വൈബ്രേഷനിലുള്ള തരത്തിലുള്ള ആളുകളുമായിട്ട് സംവാദം, ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷൻ നോളജൊക്കെ അറിയുക, ഒരുപാട് ബുക്സ് എഴുതുക, ഒരു യാത്ര പോയാൽ അങ്ങനെ അങ്ങ് യാത്ര പോകുന്ന ആ ഒരു രീതി ഒക്കെ ആണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്ന് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരാൾ ഒരാളുടെ കാര്യത്തിലേക്ക് ഒന്നിനും അങ്ങനെ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഫിസിക്കലി മെൻ്റലി സ്പിരിച്വലി ഒന്നും ആ ഒരു ഇൻട്രാക്ഷൻ വരാതെ രണ്ടുപേരും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്നാൽ ഒന്നായി നിന്നുകൊണ്ട് ജീവിക്കുന്ന ആ ഒരു രീതിയാണെങ്കിൽ അത് റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാം. പക്ഷേ മൊനാഡിക് ട്വിൻ ഫ്ലെയിംസിൻ്റെ ആ ഒരു മിഷൻ ഭൂമിയിലേക്ക് ഈശ്വരൻ പറഞ്ഞു വിടുമ്പോൾ അവരുടെ മിഷൻ എന്ന് പറയുന്നത് അവരുടെ ലാസ്റ്റ് ആ ഒരു ലൈഫ് ടൈമാണ്. അപ്പം എർത്തിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അവരുടെ മാക്സിമം ആ ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭൂമിയിൽ വെളിച്ചം അല്ലെങ്കിൽ അറിവ് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം എന്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവരെ കൂടി ഉയർത്തിക്കൊണ്ട് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് മൊനാഡിക് ട്വിൻ ഫ്ലെയിംസിൻ്റെ ആ ഒരു ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മൊനാഡിക് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്രൂപ്പ് മാത്രമേ ഭൂമിയിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ രണ്ടാമത് വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് സോൾസ് എന്ന് പറയുന്നതാണ്. അതാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ കളക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു സോള് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് ബോഡിയിലേക്ക് വരികയും ഒന്ന് ഡിവൈൻ ഫെമിനിൻ എനർജി ഒന്ന് ഡിവൈൻ മസ്കുലിൻ എനർജി. അപ്പോൾ അവർ പല ആ ഒരു കാലഘട്ടത്തിൽ കണ്ടുമുട്ടുകയും അവരുടെ ഒരു ഹീലിംഗ് പർപ്പസ് ഒക്കെ ചെയ്തതിന് ശേഷം അവർ ആ ഒരു യൂണിയനിലേക്ക് എത്തിച്ചേരുക. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പ് മാരേജ് ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു 100 പേരെ എടുത്താൽ ഒരു 60% 65% അതൊരു സക്സസ്ഫുൾ ആവാത്ത ഒരു രീതിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇവർ പല കാർമിക് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയി ആ ഒരു റിയലൈസേഷനൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ലൈഫിൽ ഇതുപോലത്തെ അവരുടെ അതർ സോള് വരുന്ന സമയത്ത് ഇവരുടെ അതേ ആ ഒരു ലൈഫിലൂടെ കടന്നുപോയ പല കാര്യങ്ങളും ഒരു പാരലൽ മോഡിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളിലും ഇതുപോലെയൊക്കെ കടന്നു പോയിക്കൊണ്ട് ഒരാൾക്ക് ഒരു ഹീലിംഗ് വർക്കിന് വേണ്ടിയിട്ട് സഹായിക്കുകയും ഇവിടെ നമ്മൾക്കുള്ള എന്തോ ഒരു മിസ്സിങ് എലമെൻറ്റ് അപ്പുറത്തുള്ള ഒരാൾക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ഈശ്വരീയ ചൈതന്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി നിന്നുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ പെയിനും എല്ലാം നമ്മൾ ഹീല് ചെയ്ത് ആ ഒരു സ്പിരിച്വാലിറ്റി ആ ഒരു രീതിയിലൊക്കെ നമ്മളുടെ ജീവിതം തന്നെ ഒന്ന് മാറ്റി ആ ഒരു ന്യൂ വെർഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന സമയത്ത് ആ ഒരു സോളുമായിട്ട് ചേർന്ന് ആ ഒരു ഡിവൈൻ ഫെമിനിൻ മസ്കുലിൻ എനർജിയുടെ ഒരു യൂണിയൻ എത്തുകയും
അങ്ങനെ ഒരു സോൾ മിഷൻ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നോക്കിക്കാണുന്ന രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ കൊണ്ടുപോകാം എന്നവർ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ചൈൽഡ് ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ അവരൊരു മാരേജിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു സെർവിങ് ടു ദ ഹ്യൂമാനിറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിനും ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരു രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും തമ്മിൽ നല്ല രീതിയിൽ അറിയുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫിസിക്കൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു സെക്ഷൽ ഇൻറ്റിമസി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അതൊന്നും അല്ലാതെ ഒരു സോൾ ലെവലിൽ ഒരു ഗ്രോത്തും ഒരു ഇവോൾവിങ്ങും ഒരു ഷിഫ്റ്റിങ്ങും ഒക്കെ വന്ന് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന രണ്ട് സോളുകൾ തമ്മിൽ ചേരുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് എത്ര മനോഹരമായിട്ട് അവർക്ക് ആ ഒരു ഇന്നർ നോയിങ് അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ഡെപ്ത് അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ പൂർണ്ണമായിട്ടും അറിയുക എന്നൊക്കെയുള്ള രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് എത്ര ഹെൽത്തി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും നമ്മൾ ആ ഒരു സോളിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആ ഒരു മെസ്സേജ് നമ്മളുടെ ലോകത്തിലേക്ക് ആ ഒരു വെളിച്ചമായി കൊടുത്തുകൊണ്ട് നമ്മളുടെ കാർമിക് സിറ്റുവേഷനിൽ വരുന്ന എല്ലാ സിറ്റുവേഷനിൽ നിന്നും നമ്മൾ മാറി നമ്മൾക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി നമ്മൾ ഹൈ വൈബ്രേഷനിലേക്ക് ഉയർന്നു നിൽക്കണം എന്നുള്ള ആ ഒരു മെസ്സേജൊക്കെ കൊടുത്ത് ആ ഒരു ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു ഷമാനിക് വിസ്ഡം അല്ലെങ്കിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ആ ഒരു രീതിയിലൊക്കെ ഒരു മിഷൻ പൂർണ്ണമായി കൊണ്ടുപോകുന്നതാണ് സ്പ്ലിറ്റ് സോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. അത് കുറച്ച് ഏറ്റവും കൂടുതൽ ഉള്ളത് അവരാണ്. അപ്പോൾ അവർക്കും ഒരുപാട് ലൈഫ് ടൈമിലൂടെ അവർ കടന്നു വന്നതാണെങ്കിലും ഇതവരുടെ ലാസ്റ്റ് അവർ ലൈഫ് ടൈം ഒന്നുമല്ല, ഇനിയും അവർ ജന്മങ്ങൾ എടുക്കും. പക്ഷേ അവർക്ക് ഈ നേരത്തെ പാസ്റ്റ് ലൈഫിലുണ്ടായിരുന്ന ആ ഒരു കർമ്മങ്ങളെല്ലാം ഹീല് ചെയ്തിട്ട് അവർ ഒരു ഇന്നർ യൂണിയനിലേക്ക് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ യൂണിയനിലേക്ക് എത്തിയതിന് ശേഷം ഒരു പുതിയ രീതിയിൽ അവരുടെ കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു കറക്റ്റ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയിലൊക്കെയാണ് ആ ഒരു സ്പ്ലിറ്റ് സോൾസ് തമ്മിൽ യൂണിയൻ ആവുന്ന ആ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി. ഇനി മൂന്നാമത്തെ ഒരു ട്വിൻ ഫ്ലെയിം ഗ്രൂപ്പ് എന്ന് പറയുന്നത് അത് കളക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അതായത് അവർ നോർമലി ഒരു മനുഷ്യനെ പോലെ സാധാരണ ഒരു വ്യക്തിയെ പോലെ ലോ വൈബ്രേഷൻ എനർജിയിലൊക്കെ ജീവിച്ച് ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുക അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഒന്ന് കൊണ്ട് എത്തിച്ചതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ട്രിഗറിങ് അല്ലെങ്കിൽ നമ്മളൊരു റോളർ കോസ്റ്ററിൽ ഒരു വാഷിംഗ് മെഷീനിലേക്ക് കയറി ഇറങ്ങിയതുപോലെ എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്നുള്ള രീതിയിൽ നമ്മളുടെ ഈഗോയ്ക്ക് ഡെത്ത് വരുന്ന രീതിയിൽ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒന്നല്ല പലതവണയുള്ള നമ്മളുടെ സ്പിരിച്വൽ അവേക്കനിങ് അവസാനം നമുക്ക് യാതൊരു നിവൃത്തിയും ഇല്ലാതെ ഒരുപാട് നമ്മളോട് തന്നെ ചോദ്യം ചോദിക്കുന്ന എൻ്റെ കൂടെയുള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാർ അല്ലെങ്കിൽ വീട്ടുകാർ അല്ലെങ്കിൽ ബന്ധുക്കാർ അവരൊക്കെ ജീവിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ നിന്ന് എന്തിനാണ് എന്നെ ഇത്രയും വ്യത്യസ്തമായ രീതിയിലൂടെയൊക്കെ കടത്തിക്കൊണ്ട് പോകുന്നത്, വളരെ ഒറ്റപ്പെട്ട രീതിയിൽ ആരോടും ഒന്നും പറയാൻ പറ്റില്ല, പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല, വിമർശനങ്ങൾ ഒരുപാട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എന്തിനിങ്ങനെ ഒരു ജീവിതം തന്നു എന്നൊക്കെയുള്ള രീതിയിൽ യൂണിവേഴ്സൽ ഫോഴ്സിനോട് ഈശ്വരനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഇതിനാകെയുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് സറണ്ടറിങ് ടു ദ ഡിവൈൻ പവേഴ്സ് അല്ലെങ്കിൽ ഈശ്വരനോടുള്ള സറണ്ടറിങ് ആണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ സറണ്ടറിങ് ആയിക്കൊണ്ട് അതിനു മുമ്പ് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഒന്നല്ല പലതവണ നമ്മളുടെ ഈഗോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെപ്ത് വരുത്തിക്കൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള ട്രോമാസ് അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് വൂൺസ് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഹീലിംഗ് വരാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നിൽക്കുന്ന ആൾ പല രീതിയിലും ട്രിഗർ ചെയ്യുകയും അത് പിന്നെ ഒരു ഡീപ്പ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ കാണുന്നുള്ള രീതിയിൽ പോവുകയും അതിനു മുമ്പ് ഒരു ഫോൾസ് ട്വിൻ ഫ്ലെയിം ഉണ്ടെങ്കിൽ അത് നമ്മളുടെ മുന്നിൽ വന്ന് നമ്മളെ ട്രിഗർ ചെയ്യുകയും അങ്ങനെ നമുക്ക് മൊത്തത്തിൽ നമ്മളുടെ ആ ഒരു ഫിസിക്കൽ ബോഡി എന്താണെന്ന് തിരിച്ചറിയുക, മൈൻഡ് ലെവൽ എന്താണെന്ന് തിരിച്ചറിയുക, അതെല്ലാം വിട്ടതിന് ശേഷം ഒരു സോൾ ലെവലിലേക്ക് നമ്മൾ തന്നെ നമ്മൾക്കൊരു പ്രയാണം ഒരു യാത്ര പോലെ നമ്മളുടെ വൈബ്രേഷൻസ് വളരെയധികം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. കാരണം
ഈ കളക്റ്റീവായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ആളുകൾക്കെല്ലാം നേരത്തെ ഒരുപാട് പാസ്റ്റ് ലൈഫ്സ് ഉണ്ടെങ്കിലും അതൊന്നും മനുഷ്യരുടെ രൂപത്തിലായിരുന്നില്ല. പല ഗാലക്സിയിലും പല പ്ലാനറ്റ്സിലും പല രീതിയിലും അവർ ജീവിച്ച് ജനിച്ച് വളർന്ന് ഒക്കെ അല്ലെങ്കിൽ ഒരു ജീവിതം കടന്നു പോയത് കൊണ്ട് ആ സോളിന് ഇൻ ഡെപ്തായിട്ട് ഒരുപാട് നോളജും വിസ്ഡവും ഒക്കെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ നമ്മളുടെ പേരിട്ട് വിളിക്കുന്ന ആ ഒരു പ്രായത്തിനനുസരിച്ച് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ഓർമ്മകൾ മാത്രമേ ഉള്ളെങ്കിൽ നമ്മളുടെ ബാക്കിലേക്ക് ഇതെല്ലാം ആ ഒരു രീതിയിൽ ഇൻബിൽറ്റ് ചെയ്ത് അകത്ത് ആ ഒരു മെമ്മറി പോലെ സോളിന് അറിയാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്രയും ഓപ്പർച്യൂണിറ്റീസിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് ആ ഒരു സ്പിരിച്വാലിറ്റി ആ ഒരു പ്രാക്ടീസൊക്കെ നടത്തി നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് വളരെ ഹീൽ ചെയ്ത് നമ്മളുടെ കർമാസ് വളരെയധികം മാറ്റി ആ ഒരു വളരെ പ്യുവറാക്കിക്കൊണ്ട് കർമ്മങ്ങളെല്ലാം പിന്നെ ധർമ്മങ്ങളാക്കുന്ന രീതിയിൽ നമ്മളുടെ വൈബ്രേഷൻ വളരെ ഉയർത്തിക്കൊണ്ട് ആ ഒരു രീതിയിൽ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവരെ കൂടെ ആ ഒരു രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ള ഒരു മനസ്സിന് ഒരു തോന്നുന്നൊരു മോട്ടിവേഷൻ, അങ്ങനെ നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുകയും നമ്മളുടെ കംഫോർട്ട് സോണിൽ നിന്നെല്ലാം പുറത്തു വരികയും നമുക്ക് ഡിസിഷൻ എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കുന്ന ഒരവസ്ഥയും, അങ്ങനെ നമ്മളുടെ അതർ സോളിനെ കാണുകയും അവർക്ക് നമ്മളും ഒരു ഹീലിംഗ് ഒരു വെളിച്ചമായി നിൽക്കുക, അവർ നമുക്കും ഒരു വെളിച്ചമായി നിൽക്കുക, രണ്ടുപേരും ഒരുപോലെ ഗ്രോ ചെയ്തുകൊണ്ട് ആ ഒരു എനർജി എപ്പോഴും വളരെ കണക്റ്റഡ് ആയിക്കൊണ്ട് സോളിനൊരു മെർജിങ് വന്നുകൊണ്ട് ഒരു ഇന്നർ യൂണിയൻ എത്തിയതിന് ശേഷം നമുക്ക് ഈ ഭൂമിയിൽ ആരും വേണ്ട, ഈശ്വരീയ ചൈതന്യം മാത്രം മതി. ഈശ്വരീയ ചൈതന്യത്തിൻ്റെ പാദങ്ങളിൽ അങ്ങനെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം നമ്മളുടെ ജീവിതത്തിൽ വേണോ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ് എന്നുള്ള രീതിയിൽ നമ്മൾക്കൊരു സെൽഫ് ഡിസ്കവറി വരുത്തുകയും നമ്മളെ തന്നെ വളരെയധികം സ്നേഹിക്കുകയും നമ്മളുടെ 3 ലെവൽ ഓഫ് എനർജി സിസ്റ്റം എന്നുള്ള രീതിയിൽ ശരീരം, അത് മനസ്സ്, പിന്നെ ആത്മാവ് എന്ന് പറയുന്ന ഈ 3 ലെവലിനെയും വളരെ ബാലൻസ് ചെയ്ത് എനർജി വളരെ സ്റ്റേബിൾ ആക്കിക്കൊണ്ട് നിർത്താനും എന്ത് വലിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിൽ വന്നാലും വളരെ കാമായി നിന്നുകൊണ്ട് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനും ഈ തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കാനും, അങ്ങനെ നമ്മൾ ആ ഒരു ഇന്നർ യൂണിയനിലേക്ക് എത്തി പിന്നെ നമുക്ക് അതർ ഹാഫ് നമ്മളുടെ കൂടെ വേണ്ട, അവരും ആ ഒരു രീതിയിൽ വളർന്നോട്ടെ, അവർക്ക് നമ്മളൊരു ബാക്ക് സപ്പോർട്ട് പോലെ നമ്മൾ ആ ഒരു ഹീലിംഗ് വർക്കൊക്കെ ചെയ്ത് ഡിവൈനുമായിട്ട് അത്രയും കണക്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു ലെവൽ വരുമ്പോൾ, യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ടെസ്റ്റിംഗ് ഒരുപാട് വരുമ്പോൾ അതെല്ലാം നമ്മൾ ആ ഒരു സറണ്ടറിങ് മോഡിൽ നിന്ന് റിസീവ് ചെയ്യുകയും ആ ഒരു രീതിയിലൊക്കെ പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെ തമ്മിൽ ഒന്നാക്കാം എന്നുള്ള രീതിയിൽ യൂണിവേഴ്സൽ ഫോഴ്സിന് ഒരു ഡിവൈൻ ടൈമിംഗ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫിസിക്കൽ യൂണിയനിലേക്കും അത് വന്നതിന് ശേഷം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു രീതിയിൽ ഹ്യൂമാനിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഹീലർ അല്ലെങ്കിൽ ഒരു എംപാത്ത് അല്ലെങ്കിൽ സ്പിരിച്വൽ ടീച്ചിങ്സ് കൊടുക്കുന്ന ആളുകൾ, അങ്ങനത്തെ മേഖലകളിലേക്കൊക്കെ അവരുടെ ഒരു ലൈഫ് പർപ്പസ്, ലൈഫ് മിഷൻ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന രീതിയിൽ അവർക്ക് എത്ര വലിയ നെഗറ്റീവ് സിറ്റുവേഷൻ ചെറുതോ വലുതോ ഒക്കെ അവരുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫിൽ വന്നാലും അവർ വളരെ പോസിറ്റീവായിട്ട് അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് യൂണിവേഴ്സ് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഹൈ വൈബ്രേഷൻ എനർജീസ് ഉള്ള ഗ്രൂപ്പാണ് ഈ 3ാമത്തെ കളക്റ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ ആദ്യം പറഞ്ഞ മൊനാഡിക്സും മൂന്നാമത് പറഞ്ഞ കളക്റ്റീവും വളരെ കുറച്ച് മെജോറിറ്റി ഉള്ളെങ്കിൽ സ്പ്ലിറ്റ് സോൾസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഒരുപാട് വൈഡായിട്ട് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ വരുന്നതാണ് സോൾമേറ്റ്സ് ഒക്കെ വരുന്ന എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് സൈലന്റ് ട്വിൻ ഫ്ലെയിംസും ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് പറയേണ്ട ഏറ്റവും പ്രത്യേകതമായിട്ടുള്ള ഇതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഹൈ വൈബ്രേഷൻ വളരെയധികം ഹൈ ആക്കിക്കൊണ്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിക്കൊണ്ട് നമ്മളുടെ ഡിസിഷനൊക്കെ എടുക്കാനുള്ള ആ ഒരു ഭയത്തിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ അഡിക്ഷൻസ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ കോ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ ആ ഒരു കൺട്രോളിങ് ഇഷ്യൂസ്, മറ്റുള്ളവരെ ഡോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി ഒക്കെ മാറ്റിക്കൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, അതായത് എന്നോട് എനിക്കെന്ത് സ്നേഹമാണോ അത് നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ വ്യക്തികൾക്കും ഈക്വലായിട്ടുള്ള ആ ഒരു പൊസിഷൻ കൊടുക്കണം. കാരണം പ്രപഞ്ചശക്തിയാണ് എല്ലാവരുടെയും സുപ്രീം പേരൻറ്റ്. അവിടെ എല്ലാവർക്കും യുണീക്കായിട്ടുള്ള ക്വാളിറ്റീസും എബിലിറ്റീസും ആ ഒരു രീതിയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക, അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കുക, നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവിടെ
നിന്ന് മാറിപ്പോവുക എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഉള്ളിൽ യാതൊരു ഈഗോയും വരാതെ, ഈഗോയ്ക്ക് വളരെയധികം ഡെപ്ത് സംഭവിച്ചുകൊണ്ട് അറ്റാച്ച്മെൻറ്റ്സോ അഡിക്ഷൻസോ ഒന്നുമില്ലാതെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കിക്കാണാം, ജീവിതത്തിനെ എങ്ങനെ നോക്കിക്കാണാം, ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാട് എങ്ങനെ മാറാം. നമുക്കൊരു റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് അവരെൻ്റേതാണ്, എൻ്റേത് മാത്രമാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നത്, അവരെല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ള ആ ഒരു ഫോൾസ് ഇല്യൂഷൻസിനെ എല്ലാം നമ്മൾ ബ്രേക്ക് ചെയ്തുകൊണ്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് വരുമ്പോൾ കംപ്ലീറ്റ് ഫ്രീഡം എല്ലാ വ്യക്തികൾക്കും കൊടുക്കണം. എന്നാൽ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് നമ്മളുടെ ഒരു ടൈമും ഒരു കെയറിങ്ങും അവർക്ക് വേണ്ടപ്പോൾ അത് കൊടുക്കണം. അപ്പോൾ അവർക്കൊരു ബാക്ക് സപ്പോർട്ട് പോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ നിൽക്കണം. കാരണം എല്ലാവരും അവരുടെ ആ ഒരു കാലുകളിൽ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് അവരുടെ എബിലിറ്റീസ് എല്ലാം, ക്രിയേറ്റീവ് ഐഡിയാസ് എല്ലാം പുറത്തു കൊണ്ടുവരാനായിട്ട് ഏബിളാണ്. അതാണ് ആ ഒരു യൂണിവേഴ്സൽ ഫോഴ്സ് നമ്മളുടെ സുപ്രീം പേരൻ്റായിട്ട് നിന്നുകൊണ്ട് ഓരോരുത്തരെയും ഇവിടെ ആ ഒരു രീതിയിൽ മനുഷ്യരൂപത്തിലാണെങ്കിലും ഏത് രീതിയിലായാലും നോൺ ലിവിങ് തിങ്സ് ആയിട്ടൊക്കെ നമ്മളെ ഇവിടെ ജനിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ളൊരു എബിലിറ്റി ഉണ്ട്. അത് മറ്റുള്ളവർക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഡോമിനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയാസ്, നമ്മളുടെ ആഗ്രഹങ്ങളെ കീറി മുറിച്ച് അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയാനോ ആർക്കും അതിനുള്ള അധികാരമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ആ ഒരു കംപ്ലീറ്റ് ഫ്രീഡവും ആ ഒരു സ്നേഹവും ആ ഒരു ടൈം സ്പേസും എല്ലാം കൊടുത്ത് ഒരു ഡിറ്റാച്ച്മെൻറ്റ് മോഡിൽ നിന്നുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതാണ് യൂണിവേഴ്സൽ ഫോഴ്സ് നമുക്ക് ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ, ഈ മൂന്നാമത് പറഞ്ഞ കളക്റ്റീവിലൂടെ നമുക്ക് തരുന്ന ആ ഒരു മെസ്സേജ്. ഈശ്വരൻ എല്ലാവരെയും നോക്കിക്കാണുകയും എല്ലാവർക്കും വേണ്ടതെല്ലാം അന്നേരം വേണ്ടത് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ നമുക്കും എല്ലാ കാര്യങ്ങളും ഈശ്വരൻ തരുമ്പോൾ അതിന് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് താങ്ക് യു ടു ദ ഹോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് എൻ്റേത് മാത്രമാണെന്ന് വെച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് ആവശ്യത്തിന് റിസോഴ്സസ് എടുക്കുക, ബാക്കി അടുത്ത ആൾക്കാർക്ക് കൊടുക്കുന്ന ആ ഒരു രീതിയിൽ നമ്മുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആവുകയും അങ്ങനെ ഒരു റിസീവിങ് മോഡിലേക്ക് എത്തിച്ചേരുന്ന രീതിയിൽ ഹൈ വൈബ്രേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ 3 ഗ്രൂപ്പിൻ്റെയും മെയിനായിട്ടുള്ള ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഈ ജേർണിയിൽ ഏതിലാണ് നിങ്ങളെന്ന് ഒന്ന് വിലയിരുത്തുക. അതിനനുസരിച്ച് എപ്പോഴും നമ്മൾ നെഗറ്റിവിറ്റിയിലേക്കൊന്നും പോകാതെ വളരെ പോസിറ്റീവായിക്കൊണ്ട് ആ ഒരു വലിയ ബിഗ് പർപ്പസ് അല്ലെങ്കിൽ ഒരു മിഷൻ വളരെ കാര്യമായിട്ട് എൻ്റെ ഉള്ളിൽ ആ ഒരു സോളിനുണ്ട് എന്നുള്ള രീതിയിൽ എപ്പോഴും വളരെ പോസിറ്റീവായിരുന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.